Hello everyone. Welcome to a new session of Ernst Academy. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഫിംഗർ പ്രിന്റ് സെർച്ച് എന്നുള്ള ഒരു പോസ്റ്റിലെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന ടോപ്പിക്കിന് കീഴിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദീകരിച്ച് കണ്ടന്റ് വൈസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തവർ റിപ്പീറ്റ് ആയിട്ട് നിർബന്ധമായും ഓരോ ക്ലാസ്സുകളും കണ്ടു നോക്കുക. കാരണം പുതിയ കുറെ ഐഡിയാസ് മേ ബി കെമിസ്ട്രി മെയിൻ ഉള്ളവർക്ക് കുറച്ച് പുതിയതായിട്ടുള്ള വളരെ പുതിയതായിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും ക്ലാസ്സിൽ ഉണ്ടായിരിക്കുക. പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് പ്രോബ്ലം, ഹാർമോണിക് ഓസിലേറ്റർ, പിക്ചേഴ്സ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ്, വാട്ട് യു മീൻ ബൈ വേവ് പാർട്ടിക്കിൾ ഡുവലിറ്റി, അങ്ങനെ ഒരുപാട് പുതിയ കണ്ടന്റുകൾ. അതായത് ഏകദേശം പറയുകയാണെങ്കിൽ PG ലെവൽ സിലബസിലോട്ട് ഒന്ന് പോയി വന്ന പോലെയാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ്. ഡിഗ്രി ലെവൽ ടോപ്പിക്സ് ഉണ്ട് ഓഫ് കോഴ്സ്. അതുപോലെ തന്നെ PG ലെവൽ ടോപ്പിക് ഒന്ന് ചെറുതായി ഉൾപ്പെടുത്തിയ പോലെ, അതായത് ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഫീൽഡ് കെട്ടിപ്പടുക്കുന്ന ഹിൽബർട്ട് സ്പേസ്, ലീനിയർ വെക്ടർ സ്പേസ്, എങ്ങനെയാണ് ഒരു വേവ് ഫംഗ്ഷനെ നോർമലൈസ് ചെയ്യുക, വാട്ട് യു മീൻ ബൈ കെറ്റ് ഫംഗ്ഷൻസ് ആസ് വെൽ ആസ് ബ്രാ ഫംഗ്ഷൻസ്, ബ്രാ ഫംഗ്ഷൻസും കെറ്റ് ഫംഗ്ഷൻസും എന്താണ്, ബ്രാ ഫംഗ്ഷന്റെ ഡ്വൽ സ്പേസ് ആണ് കെറ്റ് സ്പേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, എന്തൊക്കെയാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത്. 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുലേറ്റുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആ ക്ലാസ്സുകളൊക്കെ കാണാത്തവർ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കണ്ട് കണ്ടന്റുകൾ നല്ലപോലെ മനസ്സിലാക്കുക. ഈവൻ തോ ഈ ലൈവിന് ശേഷമാണെങ്കിലും കാണാത്തവർ നിർബന്ധമായും പോയി കാണണം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു സിലബസ്. അത്യാവശ്യം നല്ലൊരു സിലബസ് ഉണ്ട് ക്വാണ്ടം മെക്കാനിക്സിൽ. ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ കടന്നു വരുന്ന ബ്രാക്കറ്റുകളെ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റുകൾ എന്ന് പറയുന്നു. കമ്മ്യൂട്ടേറ്റർ A, B എന്ന് രണ്ട് ഓപ്പറേറ്റർ എയും ബിയും നമ്മൾ പറഞ്ഞു. ഓരോ ഡൈനാമിക്കൽ വേരിയബിൾസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, ഓപ്പറേറ്ററുകളായിട്ട് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ AB എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് A, B ഈസ് ഈക്വൽ ടു എന്താണ്, AB മൈനസ് BA ആണ്. അങ്ങനെ AB മൈനസ് BA എന്ന് പറയുന്ന ഈ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് 0 ആണെങ്കിൽ we will say A and B are said to be commuting each other. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ആകമൊത്തം ഒരു ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ ക്വാണ്ടം മെക്കാനിക്സ്. ഫ്രം ദ ബിഗിനിങ് ക്ലാസിക്കൽ മെക്കാനിക്സ് ഉണ്ടായിരുന്നു. ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് ഓൾ അബൌട്ട് ബിഗ് ബോഡി പ്രോബ്ലംസ് ആണ്. സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും ഗ്രാവിറ്റേഷനെ കുറിച്ചും കെപ്ലർ നിയമങ്ങളെ കുറിച്ചും എല്ലാം സംസാരിച്ച് പഠിക്കുന്ന നമ്മുടെ ന്യൂട്ടൺസ്, അതായത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലെ. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്നത് ന്യൂട്ടന്റെ നിയമങ്ങളെ അനുസരിച്ച് പോന്നിരുന്ന ഒരു ശാസ്ത്രശാഖ, ഒരു ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ച് ആയിരുന്നു ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. അവിടെ എല്ലാ ക്വാണ്ടിറ്റികളെയും വെക്ടറുകളായിട്ട് മാത്രമേ ചിത്രീകരിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പൊ എല്ലാ ക്വാണ്ടിറ്റീസിനെയും വെക്ടേഴ്സായി ചിത്രീകരിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന ഫീൽഡിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സ് ആണെങ്കിൽ സൈസ് ബിഗ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്, ബോഡീസിന് മാത്രമാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഇനി സൈസ് കുറയുമ്പോൾ വീണ്ടും ഒരു പ്രശ്നം വന്നു, പല പ്രോപ്പർട്ടീസിൽ മാറ്റം വരുന്നു. അപ്പൊ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് ഫിസിക്സ് ക്ലാസിക്കൽ മെക്കാനിക്സിലോട്ട് വന്നു, ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് ക്വാണ്ടം മെക്കാനിക്സിലോട്ട് വന്നു. ഇപ്പൊ പ്രസന്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ക്വാണ്ടം ഫീൽഡ് തിയറി എന്ന് പറയുന്ന ഒരു ഫീൽഡിലാണ് സത്യത്തിൽ ഇപ്പൊ ശാസ്ത്രശാഖ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് എത്തി നിൽക്കുന്നത് ക്വാണ്ടം ഫീൽഡ് തിയറിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു എൻഹാൻസ്മെന്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ക്വാണ്ടം മെക്കാനിക്സിലോട്ട് വന്നത് എന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതിലെ കണ്ടന്റുകൾ എല്ലാം നിങ്ങൾ ഒന്നും കൂടി വായിക്കുക, പഠിക്കുക. നിങ്ങൾക്ക് ആർതർ ബേസർ എന്ന് പറയുന്ന ഓഥറിന്റെ ബുക്കിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് കൂടുതൽ റെഫറൻസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് കുറെ ബുക്കുകളുണ്ട്. ആർതർ ബേസർ നോക്കാം. ഇനി ക്വാണ്ടം മെക്കാനിക്സ് മാത്രമാണ് കുറച്ച്, അതായത് വളരെ രസമായിട്ട് എഴുതിയതാണ്, പക്ഷെ നിങ്ങൾ മുന്നേ തന്നെ വായിക്കണം. ചെറ്റ്ലി എന്ന് പറയുന്ന ബുക്ക്, ആ ബുക്കിലും എല്ലാ കാര്യങ്ങളും നമുക്കൊരു നോവൽ വായിക്കുന്ന പോലെ വായിച്ചു പോകാം, എന്തായാലും മനസ്സിലാവും. ഇങ്ങനെയൊക്കെയാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ക്വസ്റ്റ്യനുകൾ
നമുക്കറിയാം നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കണ്ടന്റുകൾ പഠിക്കുന്നതിനേക്കാൾ കണ്ടന്റുകൾ മനസ്സിലാവണം, അതറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും കണ്ടന്റുകൾ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കണം? ഓരോ ചോദ്യങ്ങളും നേരിടാനുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു നെയ്ക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലേ, ഒരു ടെക്നിക്ക്. ആ ഒരു ടെക്നിക്ക് കിട്ടണം. എങ്ങനെ ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തണം, ആ നെഗറ്റീവ് ആയിട്ടുള്ള എലിമിനേറ്റ് ചെയ്ത് നെഗറ്റീവ് ആയിട്ടുള്ള ഉത്തരങ്ങളെയൊക്കെ മാറ്റി ശരിയായ ഉത്തരത്തിലോട്ട് മാത്രം നമ്മുടെ കണ്ണും മനസ്സും നമ്മുടെ പേനയും ചലിക്കുന്ന ഒരു രീതിയിലോട്ട് എക്സാം ഹാളിൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മള് ഒരു ടോപ്പിക്കിലെ ഒരു 50 or 100 ക്വസ്റ്റ്യൻസ് നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ദർ ഈസ് നോ അതർ വേ ഫോർ ടാക്ലിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഓക്കെ, അതാണ് കഴിവ്. ഒരുപക്ഷെ കുറെ കണ്ടന്റ് അറിയുന്ന ആളേക്കാൾ കറക്റ്റ്, അതായത് അപ് ടു ആൻസർ കൊടുക്കാവുന്ന ഒരാൾക്കായിരിക്കും ഈ പരീക്ഷകളിൽ വിജയിക്കാൻ സാധ്യമാവുക. അപ്പോൾ അതുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സിലെ ക്ലാസ്സുകളിൽ എടുത്ത കണ്ടന്റിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം നമ്പർ 1 നമുക്ക് നോക്കാം. Which equation defines eigenvalues of a matrix A? ഒരു മെട്രിക്സ് എയുടെ, അപ്പൊ നമ്മൾക്ക് മൊഡ്യൂളിൽ നമ്മുടെ സിലബസിൽ ഉള്ള ഒരു ഭാഗമാണ് ഐഗൺ വാല്യൂസ്, അതുപോലെ തന്നെ ഐഗൺ വെക്ടേഴ്സ് എന്ന് പറയുന്ന ഭാഗം. നമ്മളോട് ചോദിക്കേണ്ടത് ഒരു മെട്രിക്സ് എ ഉണ്ട് അല്ലെ, ആ മെട്രിക്സ് എയുടെ ഐഗൺ വാല്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വേഷൻ ടു ഡിഫൈൻ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് താഴെ കൊടുത്ത ഓപ്ഷനുകൾ ഏതാണ്? ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈസ് ഇക്വൽ ടു 0 ആണോ? എ എക്സ് ഈസ് ഇക്വൽ ടു 0 ആണോ? എ ട്രാൻസ്പോസ് എ ഈസ് ഇക്വൽ ടു ഐ, യൂണിറ്റ് മെട്രിക്സ് ഐ ആണോ? എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു ഐ. ഇതിൽ ഏതാണ് കറക്റ്റ് ആയ ഓപ്ഷൻ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് എനിവൺ, ലൈവിലുള്ള എനിവൺ, ഏതായിരിക്കും ഉത്തരം? ഐഗൺ വാല്യൂ, ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? എനിവൺ, ഐഗൺ വാല്യൂ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ കാണുക? എങ്ങനെയാണ് കാണുക? ഞാൻ ആൻസറിലോട്ട് പോവുകയാണ്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് ഒരു വൈഡ് വാസ്റ്റ് കടൽ പോലെ കിടക്കുന്ന സിലബസ് ആണ്. അതിൽ നിന്ന് പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഐഗൺ വാല്യൂ, ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ, എ എന്നൊരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ആണ് എ മൈനസ് ലാംഡ ഐ. ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ. ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0 എന്ന ഈ ഇക്വേഷൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയ ആൻസർ. ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ആണ് ഒരു മെട്രിക്സ് എയുടെ ഐഗൺ വാല്യൂ കാണാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ആണ്. നോക്കൂ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ കാണുക. ഇപ്പൊ എ എന്നൊരു മെട്രിക്സ് ഉണ്ട്. സപ്പോസ് ഇറ്റ് ഈസ് ടു ബി 1 2 1 2. ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ട്. ഈ മെട്രിക്സ് എന്ന് പറയുന്നത് എങ്ങനത്തെ മെട്രിക്സ് ആണ്? 2x2 മെട്രിക്സ് ആണ് അല്ലെ. 2 കോളം ഉണ്ട്, 2 റോയും ഉണ്ട്. ഈ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ കാണാൻ നമ്മൾ പറഞ്ഞു ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0 എന്നതാണ് അവിടുത്തെ നമ്മൾ ചെയ്യേണ്ട ആ ഒരു മാത്തമാറ്റിക്കൽ എന്താ പറയാ, ആ മാത്തമാറ്റിക്കൽ ഇതെന്ന് പറയുന്നത് സ്റ്റെപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ എ മൈനസ് ലാംഡ ഐ കാണും. എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ ഇൻടു, ഇവിടെ എന്ത് വരും? 1 2 മൈനസ് ലാംഡ അല്ലെ. ഐഡന്റിറ്റി മെട്രിക്സ് നമുക്കറിയാം. ഇവിടെ നമ്മൾ 2x2 മെട്രിക്സ് ആയതുകൊണ്ട് ഐഡന്റിറ്റി മെട്രിക്സ് എന്താവും? 1 0 0 1 ആവും. അപ്പൊ ഇങ്ങനെ കൊടുക്കുക, 1 മൈനസ് ലാംഡ. ഇവിടെ നമുക്ക് കൊടുക്കാം ഒരു നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടല്ലോ, 1 2 1 2 മൈനസ് ലാംഡ ഇൻറ്റു 1 0 0 1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 മൈനസ് ലാംഡ, അങ്ങനെയാണ് ഇങ്ങനെ വരിക കേട്ടോ. ഈ ഒരു സ്റ്റെപ്പിലോട്ട് വരിക. 1 മൈനസ് ലാംഡ ഇൻറ്റു 1, 2 മൈനസ് ലാംഡ ഇൻറ്റു 0, ദാറ്റ് ഈസ് 2. Then 1 minus lambda into 0, that is 1. And 2 minus lambda into 1, that is 2 minus lambda.
ഇങ്ങനെ കിട്ടും നമ്മുടെ ഇക്വേഷൻ. നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസറിലോട്ട് എത്താൻ സാധിക്കും. എങ്ങനെ സോൾവ് ചെയ്യും? ഡിറ്റർമിനന്റിന്റെ 1 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ മൈനസ് 2 അല്ലെ, ഇത് ഇൻറ്റു ഇത് അല്ലെ, അങ്ങനെ ചെയ്യാം, ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ്, ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 2 മൈനസ് ലാംഡ മൈനസ് 2 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. അതായത് എന്ത് കിട്ടും? ലാംഡ സ്ക്വയർ അല്ലെ, ഈ 2 ഈ 2 ക്യാൻസൽ ചെയ്യും, ലാംഡ സ്ക്വയർ മൈനസ് 3 ലാംഡ ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ ലാംഡ പുറത്തേക്ക് എടുക്കുമ്പോഴോ ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 3 എന്ന് കിട്ടും. അതായത് ഇപ്പൊ ഈ കൊടുത്തിട്ടുള്ള നമ്മുടെ മെട്രിക്സിന്റെ എ ഈസ് ഈക്വൽ ടു 1 2 1 2 എന്ന മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എന്താണ്? ദിസ് ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. അതായത് ഒന്നില്ലെങ്കിൽ ലാംഡ 0 ആവാം, അല്ലെങ്കിൽ ലാംഡ മൈനസ് 3 0 ആവാം. ലാംഡ മൈനസ് 3 0 ആയാൽ ലാംഡ എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ രണ്ട് ഐഗൺ വാല്യൂസ് ആണ് കിട്ടുക. ഒന്നില്ലെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിലോ ലാംഡ ഈസ് ഈക്വൽ ടു 3. ജസ്റ്റ് സ്റ്റെപ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. എ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഈ ഇക്വേഷനിൽ, ഐഗൺ വാല്യൂ ഇക്വേഷനിൽ എന്ത് ചെയ്യുക? എയുടെ വാല്യൂ കൊടുക്കുക. ഇനിയിപ്പോ ഇവിടെ 3/3 മെട്രിക്സ് ആണെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് എങ്ങനെയായിട്ട് മാറും? ഐഡന്റിറ്റി മെട്രിക്സ് 1 0 1 0 0 0 1 0 0 0 1 എന്നായിട്ട് മാറും നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ്. എങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സ് എ ഒരു 3/3 മെട്രിക്സ് ആണ്. എങ്ങനെയാണ് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുക? മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക, ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോകുന്നു. ചോദ്യം നമ്പർ 2 ആണ്. ഫോർ എ യൂണിറ്ററി മെട്രിക്സ്, ഒരു കാറ്റഗറി ഓഫ് മെട്രിക്സ് ആണ് യൂണിറ്ററി മെട്രിക്സ്. ഐഗൺ വാല്യൂസ് ഓൾവേസ് ഹാവ്. ഒരു യൂണിറ്ററി മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എല്ലായ്പ്പോഴും എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഒരു യൂണിറ്ററി മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ 0 റിയൽ പാർട്ട് ആയിരിക്കോ, അതോ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കോ, അതോ ഇൻറ്റിജർ വാല്യൂസ് ആയിരിക്കോ, റിയൽ വാല്യൂ ആയിരിക്കോ? അപ്പൊ നമുക്ക് ഈ യൂണിറ്ററി മെട്രിക്സിന്റെ ആ ഒരു ഐഡിയ, അതായത് യു ഡാഗർ എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. ഓക്കെ, ഡാഗർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു യു ഡാഗർ ഈസ് ഈക്വൽ ടു യു ഡാഗർ ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ഐ. അതായത് ഇപ്പൊ ഞാൻ പറയാം, ഒന്നില്ലെങ്കിൽ കോൺജുഗേറ്റ് എടുത്തിട്ട് കോംപ്ലക്സ് എടുക്കുക, അല്ലെങ്കിൽ കോംപ്ലക്സ് എടുത്തിട്ട് കോൺജുഗേറ്റ് എടുക്കുക. രണ്ടാണെങ്കിലും അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഈ പറയുമ്പോ നമ്മുടെ ഡാഗർ എന്ന് പറയുന്ന ഈ ഒരു ഇത്. അപ്പൊ യു ഡാഗർ ഇസ് ഈക്വൽ ടു യു ഡാഗർ ഇസ് ഈക്വൽ ടു ഐ എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഈ പറയുന്ന നമ്മുടെ യൂണിറ്ററി മെട്രിക്സിന്റെ ഒരു ഐഡിയ ആണ് യൂണിറ്ററി മെട്രിക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. നമ്മളോട് ചോദിക്കേണ്ടത് യൂണിറ്ററി മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എങ്ങനെയായിരിക്കും? 0 റിയൽ പാർട്ട് ആയിരിക്കോ, യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കോ, ഇൻറ്റിജർ വാല്യൂ ആയിരിക്കോ, റിയൽ വാല്യൂ ആയിരിക്കോ എന്നതാണ്. ഓക്കെ, അപ്പൊ കോൺജുഗേറ്റ് ട്രാൻസ്പോസ്, ഒന്നില്ലെങ്കിൽ ട്രാൻസ്പോസ് എടുത്തിട്ട് കോൺജുഗേറ്റ് എടുക്കുക, അല്ലെങ്കിൽ കോൺജുഗേറ്റ് എടുത്തിട്ട് ട്രാൻസ്പോസ് എടുക്കുക. അതാണ് യു ഡാഗർ എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും? യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് അല്ലെ കിട്ടുന്നത്. യു ഡാഗർ ചെയ്താലോ അതുപോലെ യു ഡാഗർ ചെയ്താലോ കിട്ടുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. അതുകൊണ്ട് എന്താണ്? യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഒരു യൂണിറ്ററി മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസിന്റെ സ്വഭാവം എന്ന് പറയുന്നത് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഇത് പറയാൻ കാരണം അത്യാവശ്യം ഹെർമീഷ്യൻ മെട്രിക്സിന്റെയും അതുപോലെ തന്നെ യൂണിറ്ററി മെട്രിക്സിന്റെയും ഒക്കെ ഐഗൺ വാല്യൂന്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ടോപ്പിക്കില് ഹെഡിങ്ങില് ഐഗൺ വാല്യൂ ആൻഡ് ഐഗൺ ഫംഗ്ഷൻ എന്ന് ഒരു നമ്മുടെ സിലബസിൽ അങ്ങനെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ടാണ് ഈ ഒരു യൂണിറ്ററി മെട്രിക്സ് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞത്. ആ യൂണിറ്ററി മെട്രിക്സ് എന്ന് വന്ന് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കണ്ടീഷൻ ഇതാണ്: യു ഡാഗർ ഇസ് ഈക്വൽ ടു യു ഡാഗർ ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ഐ എന്നാണ്. മനസ്സിലാക്കി വെക്കുക. അയാളുടെ ഐഗൺ വാല്യൂ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആണ്. നോക്കൂ, ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് എ ഡാഗർ ഈസ് ഈക്വൽ ടു എ ആണെങ്കിൽ, അതായത് ഡാഗർ എന്ന് പറയാൻ ഞാൻ പറഞ്ഞു ഐദർ കോൺജുഗേറ്റ് എടുത്ത് ട്രാൻസ്പോസ് എടുക്കുക, അല്ലെങ്കിൽ ട്രാൻസ്പോസ് എടുത്തിട്ട് കോൺജുഗേറ്റ് എടുക്കുക. അതാണ് ഈ ഡാഗർ എന്ന് പറയുന്ന സംഭവം. ആ എ ഡാഗർ ഈസ് ഈക്വൽ ടു എ ആണെങ്കിൽ അത്തരം മെട്രിക്സുകളെ നമ്മൾ എന്ത് വിളിക്കും?
ഹെർമീഷ്യൻ മെട്രിക്സുകൾ എന്ന് വിളിക്കും. ആ ഹെർമീഷ്യൻ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എപ്പോഴും എന്തായിരിക്കും? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ എ ഡാഗർ ഈസ് ഈക്വൽ ടു -a ആണെങ്കിൽ അത്തരം മെട്രിക്സുകളെ നമ്മൾ എന്ത് വിളിക്കും? സ്ക്യൂ ഹെർമീഷ്യൻ അല്ലെങ്കിൽ ആന്റി ഹെർമീഷ്യൻ മെട്രിക്സുകൾ എന്ന് വിളിക്കും. ആ ആന്റി ഹെർമീഷ്യൻ മെട്രിക്സുകളുടെ ഐഗൺ വാല്യൂസ് എങ്ങനെയായിരിക്കും? പിയർലി ഇമാജിനറി ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. അതായത് അവര് റിയൽ ആയിരിക്കില്ല എന്നാണ് അർത്ഥം. പിയർലി ഇമാജിനറി ആയിരിക്കും, 0 ആയിരിക്കും, അതായത് റിയൽ ആയിരിക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ്. സോ ഹെർമീഷ്യൻ മെട്രിക്സ് ആസ് വെൽ ആസ് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ്. ഇനി അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് യൂണിറ്ററി മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസിന്റെ കാര്യമാണ്. യൂണിറ്ററി മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസിന്റെ എങ്ങനെയായിരിക്കും? അത് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഹെർമീഷ്യൻ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് റിയൽ ആയിരിക്കും. സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് പ്യുവർലി ഇമാജിനറി ഓർ 0 ഓർ നോട്ട് റിയൽ ആയിരിക്കും. അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ദ സം ഓഫ് ഐഗൺ വാല്യൂസ് ഓഫ് എ മെട്രിക്സ് ഈസ് ഈക്വൽ ടു. ഐഗൺ വാല്യൂസിന്റെ സമ്മ് എന്തിന് തുല്യമായിരിക്കും? ഡിറ്റർമിനന്റ് തുല്യമായിരിക്കോ? ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗണൽ എലമെന്റുകളുടെ സമ്മാണ്. അപ്പൊ 1 2 3 3 2 1, അതുപോലെ 2 1 3. ഇതിന് ട്രേസ് എങ്ങനെയാണ്? 1 + 2 + ട്രേസ് ഈസ് ഈക്വൽ ടു ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ് 1 + 2 + 3. അപ്പൊ 3 4 5 +1 6 ആണ് ഇവിടുത്തെ ട്രേസ്. ആ സം ഓഫ് ഐഗൺ വാല്യൂസ് ഈ പറയുന്ന നമ്മുടെ സം ഓഫ് ഐഗൺ വാല്യൂസ് ഈ പറയുന്ന മെട്രിക്സിന്റെ ഏതിനോട്? നോം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലെങ്ത് എന്നാണ് കേട്ടോ. ലെങ്തിനെ ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്നത്. അത് ഞാൻ ക്ലാസ്സിൽ ആ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ക്ലാസ്സിൽ പറയാത്ത എല്ലാ ഭാഗത്തിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മാക്സിമം. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ലെങ്ത് എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിലെ നോം എന്ന് പറയുന്നത് ലെങ്ത് എന്ന് പറയണ അതിന്റെ ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഈക്വലന്റ് ആണ്. സോ നോക്കൂ, സം ഓഫ് ഐഗൺ വാല്യൂസ്, ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസിന്റെ സം എന്ന് പറയുന്നത് ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണോ, അതിന്റെ ട്രേസ് ആണോ, അതിന്റെ റാങ്ക് ആണോ? റാങ്ക് എന്ന് പറയുന്നത് ഇപ്പൊ 3/3 മെട്രിക്സ് ആണ്. അതിന്റെ നോം ആണോ എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആയ ആൻസർ? ട്രേസ് ആണ്. സം ഓഫ് ഐഗൺ വാല്യൂസ്, ട്രേസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഐഗൺ വാല്യൂസ്. അതായത് ഐഗൺ വാല്യൂസ് ഇപ്പൊ ഒരു 3/3 മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് λ1 λ2 λ3 എന്നാണെങ്കിൽ ആ ഒരു എ എന്നൊരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് then trace of A is equal to λ1 plus λ2 plus λ3, λ1 plus λ2 plus λ3. That is sum of eigenvalues is actually trace. That is option B is the right answer. Is equal to sum of the diagonal elements, which is the trace. So it is what meant by the trace. Ready ആണേ? പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ്. λ1 × λ2 × λ3 എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എക്ക് തുല്യമായിരിക്കും. എ എന്നൊരു മെട്രിക്സ് ഉണ്ടെങ്കിൽ ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂവിന് തുല്യമായിരിക്കും ഈ ഐഗൺ വാല്യൂസിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ 1 2 3 ആ ട്രേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? +6 നമ്മൾ കണ്ടു. ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഇത് കേസിൽ ഇപ്പൊ 3 × 2 6 × 1 6 തന്നെയായിരിക്കും. പക്ഷെ അവിടുത്തെ ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ λ1ന്റെയും λ2ന്റെയും λ3യുടെയും പ്രോഡക്റ്റ് ആയിരിക്കും. ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 6. റെഡിയാണേ? ഇങ്ങനെയാണ് ഓരോ ചോദ്യങ്ങളെയും നമ്മൾ കറക്റ്റായ ഉത്തരത്തിലോട്ട് വരുത്തി നമ്മൾ അതിനെ ഒഴിവാക്കേണ്ടത്. ഓരോ ചോദ്യത്തിനെയും നമ്മൾ എന്താ പറയാ കറക്റ്റായ ആൻസറിലേക്ക് എത്തേണ്ടത് ഇങ്ങനെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇഫ് an eigen value of A is 0, what does it imply about A? അതായത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ 0 ആണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എ ഇൻവേർട്ടബിൾ ആയിരിക്കുമോ, സിംഗുലർ ആയിരിക്കുമോ, ഹാസ് ഓൺലി വൺ ഐഗൺ വാല്യൂ എന്ന് മാത്രമാണോ, അതോ ഡയഗണൽ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ചോദ്യം. ഐഗൺ വാല്യൂ, ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു സിംഗുലാർ മെട്രിക്സ് ആണ്. എ ഈസ് സിംഗുലാർ. If an eigen value is 0, the determinant of A is equal to 0. അതായത് ഡിറ്റർമിനന്റ് A 0 ആണെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കും? അയാള് ആ ഒരു മെട്രിക്സ് സിംഗുലർ ആയിരിക്കും. ആ ഒരു മെട്രിക്സ് നോൺ ഇൻവേർട്ടബിൾ ആയിരിക്കും. ആ ഒരു മെട്രിക്സ് സിംഗിൾ ആയിരിക്കും,
സിംഗുലാർ ആയിരിക്കും, ആ ഒരു മെട്രിക്സ് നോൺ ഇൻവേർട്ടബിൾ ആയിരിക്കും. ഡിറ്റർമിനന്റ് എ 0 ആണെങ്കിൽ സിംഗുലാർ ആസ് വെൽ ആസ് നോൺ ഇൻവേർട്ടബിൾ. റെഡിയാണേ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നോക്കേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെട്രിക്സസ് ഹാസ് റിയൽ ഐഗൺ വാല്യൂസ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സിമെട്രിക് മെട്രിക്സിനാണോ, സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനാണോ, ഓർത്തോഗണലിനാണോ, ഡയഗണലിനാണോ? ഏതാ കറക്റ്റ് ആയ ആൻസർ? നമുക്ക് ഇവിടെ തന്നെ പറയാം, എനി സിമെട്രിക് മെട്രിക്സ്. എല്ലാ സിമെട്രിക് മെട്രിക്സിന്റെയും ഐഗൺ വാല്യൂസ് എങ്ങനെയായിരിക്കും? റിയൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആയിരിക്കും. സ്ക്യൂ സിമെട്രിക് ആണെങ്കിലോ, അവിടെ എന്ത് വരും? ഈ പറഞ്ഞ പോലെ സ്ക്യൂ സിമെട്രിക്കിലാണെങ്കിൽ നമ്മുടെ സ്ക്യൂ ആന്റി ഹെർമീഷ്യൻ ആണെങ്കിലും അവിടെ ഇമാജിനറി വാല്യൂസ് ആയിരിക്കും നമ്മുടെ ഐഗൺ വാല്യൂസിന് ഉണ്ടായിരിക്കുക. ഓക്കെ ആണേ? അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇഫ് എ ഇസ് ആൻ എ ഇൻറ്റു എൻ മെട്രിക്സ്, ഹൗ മെനി ഐഗൺ വാല്യൂസ് ക്യാൻ ഇറ്റ് ഹാവ്? ഒരു n ഇൻറ്റു n മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. അപ്പൊ 3 ഇൻറ്റു 3 ഉദാഹരണത്തിന്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എത്ര ഐഗൺ വാല്യൂസ് ഉണ്ടാവും എന്നാണ് ചോദ്യം. അറ്റ് മോസ്റ്റ് n ആണോ, എക്സാക്ട്ലി അതായത് ഏകദേശം n ആണോ, കറക്റ്റ് n ആണോ, കറക്റ്റ് 3 ആണോ, ഇൻഫിനിറ്റ് ആണോ, ഇതിൽ ഒന്നുമല്ലാത്തതാണോ എന്നാണ് ഉത്തരം. അതായത് ഒരു n ഇൻറ്റു n 3 ഇൻറ്റു 3 മെട്രിക്സിന്റെ അറ്റ്മോസ്റ്റ് n ആണ് ആൻസർ. അതായത് ഐഗൺ വാല്യൂസ് ആർ ദ റൂട്ട്സ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഈസ് ഇക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ അതൊരു പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ആയിരിക്കും അല്ലെ? നമ്മൾ കണ്ടു ലാംഡ സ്ക്വയർ മൈനസ് 3 ലാംഡ ഈസ് ഇക്വൽ ടു 0 എന്നായിരുന്നു ഒരു 2/2 മെട്രിക്സിന്റെ ഈ ഒരു ഐഗൺ വാല്യൂ ഇക്വേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ ഫോം ഇങ്ങനെയായിരുന്നു, ലാംഡ സ്ക്വയർ മൈനസ് 3 ലാംഡ ഈസ് ഇക്വൽ ടു 0 എന്നായിരുന്നു. അപ്പൊ അയാൾക്ക് മാക്സിമം എത്ര വാല്യൂ ഉണ്ടായി? ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 3 ഈസ് ഇക്വൽ ടു 0 എന്നാണ് അല്ലെ? അതായത് ലാംഡ ഈസ് ഇക്വൽ ടു 0യും ലാംഡ ഈസ് ഇക്വൽ ടു 3. അയാൾക്ക് എത്ര വാല്യൂ ഉണ്ടായി? മാക്സിമം 2 വാല്യൂ ആണ് ഐഗൺ വാല്യൂ ആയിട്ട് ഉണ്ടായുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം അറ്റ്മോസ്റ്റ് n ഇൻറ്റു n മെട്രിക്സ് ആണെങ്കിൽ അയാൾക്ക് മാക്സിമം എത്ര വാല്യൂ ഉണ്ടായിരിക്കും? 2 വാല്യൂസേ അയാൾക്ക് ഉണ്ടായിരിക്കുള്ളൂ. 2/2 മെട്രിക്സ് ആണെങ്കിൽ അയാൾക്ക് 2 വാല്യൂസേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ ആണേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസറിലോട്ട് എത്തേണ്ടത് ഇങ്ങനെയാണ്. ഇനി ദ ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ്, ഇത് നമ്മൾ നേരത്തെ കണ്ടു. ഈ ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ്, ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് അതിന്റെ ഐഗൺ വാല്യൂസിന്റെ പ്രോഡക്റ്റ് ആണ് അല്ലെ? ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഐഗൺ വാല്യൂസ്. ഐഗൺ വെക്ടേഴ്സ് ആണോ, ഐഗൺ വാല്യൂസ് ആണോ, അതുപോലെ ഡയഗണൽ എലിമെന്റ്സ് ആണോ, സിംഗുലാർ വാല്യൂസ് ആണോ എന്നാണ് ചോദ്യം. ഏതാണ് ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്? ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് എ എന്ന് പറയുന്നത് അത് പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ലാംഡ 1 ഇൻറ്റു ലാംഡ 2 ഇൻറ്റു ലാംഡ 3. ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഐഗൺ വാല്യൂസ്. ശരിയാണേ? അടുത്തത്, വാട്ട് ഈസ് ആൻ ഐഗൺ വാല്യൂ ഓഫ് എ മെട്രിക്സ് എ? ഒരു എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ എനി സ്കെയിലാർ വാല്യൂ ആണോ, എനി കോംപ്ലക്സ് നമ്പർ ആണോ, എ സ്കെയിലാർ ലാംഡ സച്ച് ദാറ്റ് x ഈക്വൽ ടു ലാംഡ എക്സ് ഫോർ സം നോൺ സീറോ എക്സ് ആണോ, എ വെക്ടർ സച്ച് ദാറ്റ് x ഈക്വൽ ടു ലാംഡ എക്സ് ആണോ? ഒരു മെട്രിക്സ് എയുടെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഐഗൺ വാല്യൂ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അല്ലെ? ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 3 ഈസ് ഇക്വൽ ടു 0. അതായത് ലാംഡ ഈസ് ഇക്വൽ ടു 0 ഓർ ലാംഡ ഈസ് ഇക്വൽ ടു 3. അതായത് ഐഗൺ വാല്യൂ 0 ആണ് എന്നാണ് അതിന്റെ രണ്ട് വാല്യൂസ്, അതായത് സ്കെയിലാർ വാല്യൂസ് ആണ്. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയ ആൻസർ. എ സ്കെയിലാർ ലാംഡ സച്ച് ദാറ്റ് x ഈക്വൽ ടു ലാംഡ എക്സ് ഫോർ ഫ്രം നോൺ സീറോ എക്സ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മൾ കുറച്ച് ചോദ്യങ്ങള് ഐഗൺ വാല്യൂസിനെ കുറിച്ചും വിവിധ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എങ്ങനെയായിരിക്കും എന്നുള്ളതും പലതരം മെട്രിക്സുകളും ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇങ്ങനെ ഒരു 10 ചോദ്യം, ഇപ്പൊ ഞാനൊരു 10 ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ 10 ചോദ്യം ഉൾപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്ത് നോക്കിയാൽ 11ാമത്തെ ചോദ്യത്തിനെ കുറിച്ചിട്ട് എന്തായാലും നമുക്കൊരു ഐഡിയ ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞാൻ ഒറ്റ വഴിയുള്ളൂ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോകുന്നു. ഇൻ ദ ഹെയ്സൻബർഗ് പിക്ചർ, അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകുന്നു. ഹെയ്സൻബർഗ് പിക്ചറിൽ ഹൗ ഡസ് ആൻ ഓപ്പറേറ്റർ ഇവോൾവ് ഓവർ ടൈം? അപ്പോ ഇത് ഞാൻ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടന്നു അല്ലെ? പിക്ചേഴ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിലോട്ട് കടന്നു. 3 തരം പിക്ചേഴ്സ് ആണ് ക്വാണ്ടം മെക്കാനിക്സിലുള്ളത്. ഷ്രോഡിഞ്ചർ പിക്ചർ, അതുപോലെ തന്നെ ഹെയ്സൻബർഗ് പിക്ചർ,
അതുപോലെ തന്നെ ഇന്ററാക്ഷൻ പിക്ചർ. ഈ പിക്ചറുകൾ എന്ന് പറയുന്നത് 3 തരം ഇക്വേഷൻസ്, പിക്ചേഴ്സ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് എന്നാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. 3 ടൈപ്സ് ഓഫ് ഇക്വേഷൻസ്. ഷ്രോഡിൻജർ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഷ്രോഡിൻജർ ഇക്വേഷനിൽ നമ്മുടെ ഇക്വേഷൻസിൽ നമ്മൾ കണ്ടന്റ് ഒന്ന് നോക്കണേ. വേവ് ഫംഗ്ഷൻ സൈയും ഉണ്ട്, ഓപ്പറേറ്റർ എയും ഉണ്ട്. വേവ് ഫംഗ്ഷൻ സൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഷ്രോഡിൻജർ പിക്ചർ എന്ന് പറയും. അതുപോലെ ഓപ്പറേറ്റർ എ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ അതിന് എന്ത് പറയും? ഹെയ്സൻബർഗ് പിക്ചർ എന്ന് പറയും. സമയം മാറുന്നതനുസരിച്ച് ഓപ്പറേറ്റർ എ മാറുകയാണെങ്കിൽ നമ്മൾ അതിനെ ഹെയ്സൻബർഗ് പിക്ചർ എന്ന് പറയും. സമയം മാറുന്നതനുസരിച്ച് നമ്മുടെ വേവ് ഫംഗ്ഷൻ സൈ ആണ് മാറുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഷ്രോഡിൻജർ പിക്ചർ എന്ന് പറയും. ഇനി ഇന്ററാക്ഷൻ പിക്ചർ എന്ന് പറയുന്നത് എന്താണ്? സമയം മാറുന്നതനുസരിച്ച് വേവ് ഫംഗ്ഷൻ സൈയോ ഓപ്പറേറ്റർ എയോ രണ്ടും മാറുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഹെയ്സൻബർഗ് പിക്ചർ എന്ന് പറയും. ഈ പിക്ചറുകൾ തമ്മിലുള്ള, അതായത് ഒരു പിക്ചറിൽ നിന്ന് വേറൊരു പിക്ചറിലോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസിനെ വിളിക്കുന്ന പേരാണ് ഇവല്യൂഷൻ, ടൈം ഇവല്യൂഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഇക്വേഷൻസിനെ വിളിക്കുന്ന പേരാണ് ടൈം എവല്യൂഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കൂ, അങ്ങനത്തെ ഇക്വേഷൻസിനെ പറയുന്ന പേരാണ് ടൈം എവല്യൂഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളോട് പറയുന്നത് ഇവിടെ നോക്കൂ, ഓ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് ഹെയ്സൻബർഗ് പിക്ചറിന്റെ ഒരു ഓപ്പറേറ്റർ എങ്ങനെയാണെന്നുള്ളതാണ്. ഓ എസ് എന്ന് പറയുന്നത് ഷ്രോഡിൻജർ ഇക്വേഷനിലെ ഒരു ഓപ്പറേറ്റർ എങ്ങനെയാണ് നമുക്ക് കണ്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ടൈം എവല്യൂഷൻ ഇക്വേഷൻ ഹെയ്സൻബർഗ് പിക്ചറിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയ ഉത്തരം. അതായത് ഒരു ഓപ്പറേറ്റർ നമ്മൾ ഷ്രോഡിൻജർ പിക്ചറിൽ ഉണ്ട് എന്നിരിക്കട്ടെ, അയാളെ e⁻⁻⁰ e⁻+⁰ യോട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പുതിയ ഓപ്പറേറ്റർ എവിടത്തെ ആയിരിക്കും? ഹെയ്സൻബർഗ് പിക്ചറിലെ ആയിരിക്കും. ഇതൊന്ന് ഇങ്ങനെ പഠിച്ചു വെക്കുകയാണ് നല്ലത്. Also, in Heisenberg picture, the state vectors are fixed and the operators evolve the time using the unitary evolution. അപ്പൊ സ്റ്റേറ്റ് വെക്ടേഴ്സ് എങ്ങനെയായിരിക്കും? അതായത് സൈ എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓപ്പറേറ്റർ എ ആണ് സമയം മാറുന്നതനുസരിച്ച് മാറുക. ഏത് പിക്ചർ ആണെങ്കിൽ? നമ്മുടെ ഹെയ്സൻബർഗ് പിക്ചർ ആണെങ്കിൽ ആ ഹെയ്സൻബർഗ് പിക്ചറിൽ ഈ പറയുന്ന ഓപ്പറേറ്റർ ഓ എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു e⁻⁻⁰ OS e⁻+⁰ എന്ന ഫോമിലാണ് നമുക്ക് അവിടെ എഴുതാൻ സാധിക്കുക. ഓക്കെ ആണേ? ഇതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയ ആൻസർ. ഓപ്ഷൻ സി ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. Which of the following correctly describes the evolution of state vectors in the Heisenberg picture? So, Heisenberg picture-ലെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഹെയ്സൻബർഗ് പിക്ചറിന്റെ എവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അതില് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ദേ ഇവോൾവ് അക്കോർഡിംഗ് ടു ഷ്രോഡിൻജർ ഇക്വേഷൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ദേ റിമെയിൻ കോൺസ്റ്റന്റ് ഓവർ ടൈം. മൂന്നാമത്തത് ദേ ഫോളോ എ ഡിഫറെന്റ് വാല്യൂ വേവ് ഇക്വേഷൻ ദാൻ ഇൻ ദ ഷ്രോഡിൻജർ പിക്ചർ. ദേ വാനിഷ് അറ്റ് ലാർജർ ടൈംസ്. ഏതാണ് കറക്റ്റ് ആയ ആൻസർ വരിക? There remains constant over time. Option B is the right answer. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് അത് ഹെയ്സൻബർഗ് പിക്ചറിലെ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. അങ്ങനത്തെ ഇക്വേഷൻസ് ഓഫ് മോഷൻസിനെ, പലതരത്തിലുള്ള ഇക്വേഷൻസ് ഓഫ് മോഷനുകളെയാണ് എന്ത് വിളിക്കുന്നത്? പല പിക്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഹെയ്സൻബർഗിലെ ഒരു നമ്മുടെ ഹാമിൽട്ടോണിയൻ എച്ച്, ആ ഹെയ്സൻബർഗിലെ ഒരു ഓപ്പറേറ്റർ പ്ലസ് അയാളുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡെൽ ഒ എച്ച് ബൈ ഡെൽ ടി. സോ ഡി ഒ എച്ച് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഐ ബൈ എച്ച് ക്രോസ് എച്ച് കോമ ഒ എച്ച് പ്ലസ് ഡെൽ ഒ എച്ച് ബൈ ഡെൽ ടി എന്ന് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഷ്രോഡിൻജർ പിക്ചർ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിമെയിൻസ് ടൈം ഇൻഡിപെൻഡന്റ് എന്നാണ്. ഷ്രോഡിൻജർ പിക്ചറിൽ ടൈം ഡിപെൻഡന്റ് ആയിട്ടുള്ള എന്താണ്? സ്റ്റേറ്റ് വെക്ടർ. സൈ ഈസ് റെപ്രസെന്റഡ് ആസ് സൈ ഓഫ് ടി. അവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടൈമിന് ഡിപെൻഡ് ചെയ്യാത്തത് ഏതാണ്? ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഏതാണ്? ഓപ്പറേറ്റേഴ്സ് ആണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്പറേറ്റേഴ്സ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ,
ശരി, അടുത്തൊരു ക്വസ്റ്റിലോട്ട് കടക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഏകദേശം ബേസിക്സ് ഒക്കെ പഠിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഇങ്ങനെയൊക്കെയാണ് ഏകദേശം ഒന്ന് മനസ്സിലാക്കി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യനിലോട്ട് പോകണം. ചില കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് തോന്നും ക്വസ്റ്റ്യൻസിൽ, എങ്ങനെയാണ് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക എന്ന് നമുക്ക് ആൻസർ കിട്ടിയേ മതിയാവുള്ളൂ. അപ്പൊ നമ്മളോട് ചോദിക്കണത് ഇലക്ട്രോൺ, ഇതൊരു വളരെ കോമൺ ആയ ക്വസ്റ്റ്യനാ, അത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ പരീക്ഷയ്ക്കും, ക്വാണ്ടം മെക്കാനിക്സിലുള്ള എല്ലാ പരീക്ഷയ്ക്കും ഏകദേശം ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. An electron is confined to move in a one-dimensional box of length 1 angstrom. അപ്പൊ അവിടുത്തെ ലെങ്ത് അല്ലെങ്കിൽ നമ്മൾ E is equal to 1 angstrom ആണ് ലെങ്ത്. സോ L is equal to 1 angstrom. ആങ്സ്ട്രോമിലിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 1 × 10⁻⁻10 മീറ്റർ അല്ലെ ഈ എനർജിയുടെ ഇക്വേഷൻ. ഇറ്റ്സ് എനർജി ഇൻ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി. അദ്ദേഹത്തിന്റെ എനർജി ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഏകദേശം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോ 1 ഡയമെൻഷണൽ ബോക്സിനെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്കാണ് ഈ 1 ഡയമെൻഷണൽ ബോക്സിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് n is equal to 1 ആണ്. അവിടെ n is equal to 0 എന്ന ഒരു നമ്മുടെ ഹാർമോണിക് ഓസിലേറ്ററിന്റെ അല്ലെ, ഒരു ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്ററോ അല്ലെങ്കിൽ സാധാ ഓസിലേറ്റർ ആണെങ്കിലോ അയാളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്താണ്? 0 ആണ്. അതിനെ വിളിക്കുന്ന പേരാണ്, ആ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജീനെ വിളിക്കുന്ന പേരാണ് 0 പോയിന്റ് എനർജി. n 0 ആവുന്ന സമയത്തുള്ള എനർജീനെ വിളിക്കുന്ന പേരാണ് 0 പോയിന്റ് എനർജി. ആ എനർജിയുടെ വാല്യൂ E is equal to n plus half into h cross omega എന്ന ഈ ഇക്വേഷനില് n 0 ആയാൽ ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ 0 പോയിന്റ് എനർജി എത്രയായിരിക്കും? E സമം half h cross omega. E സമം half h cross omega എന്നായി മാറും. ഓക്കെ, ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആരെ കുറിച്ചിട്ടാണ്? ഒരു ഹാർമോണിക് ഓസിലേറ്ററിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചോദ്യം അതല്ല, നമ്മുടെ ചോദ്യം ഒരു 1 ഡയമെൻഷണൽ ബോക്സ് ആണ്. ഒരു 1 ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുമ്പോൾ അയാളുടെ n-ന്റെ വാല്യൂ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എത്രയായിരിക്കും? 1 ആയിരിക്കും. അതായത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എത്രയായിരിക്കും? 2 ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് n സമം 2 ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ഇക്വേഷൻ അറിയണം. ഇക്വേഷൻ അറിയാതെ നമുക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല. n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡഡ് ബൈ 8ml² എന്നതാണ് നമ്മുടെ ഒരു പാർട്ടിക്കിളിന്റെ 1 ഡയമെൻഷണൽ ബോക്സിന്റെ ഒരു ഇക്വേഷൻ. n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡഡ് ബൈ 8ml² എന്ന ഇക്വേഷൻ ആണ്. ഇതിലെ n-ന്റെ വാല്യൂ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് 2 കൊടുക്കണം. 2 സ്ക്വയർ. h എന്ന് പറയുന്നത് 6.626 into 10⁻⁻34 സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 into നമ്മൾ ആരാണ് ഇവിടെ കൺഫൈൻഡ് ആയിരിക്കുന്ന? ഇലക്ട്രോൺ ആണ് അല്ലെ. ഇലക്ട്രോണിന്റെ മാസ് എത്രയാ? 9.1 into 10⁻⁻31 into ഇനി നമുക്ക് L സ്ക്വയർ. L ഇവിടെ റെഡിയാണ്. 1 into 10⁻⁻10 സ്ക്വയർ. ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ E is equal to 2.4 into 10⁻⁻17 കിട്ടും മുകളില്. താഴത്ത് ഒരു നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ആക്കുകയാണ്. അതായത് 2.4 10⁻⁻17 ജൂൾ എന്ന് കിട്ടും. ഇത് ചെയ്ത് നോക്കുമ്പോൾ എനർജി E സമം 2.4 into 10⁻⁻17 ജൂൾ എന്ന് കിട്ടും എനർജി. ഇത് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കത് മതിയോ? പോരാ. നമുക്ക് എനർജീനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? എനർജീനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം എന്താ? ഇവിടെ കൊടുത്തിരിക്കുന്ന എനർജീസ് എല്ലാം ഇലക്ട്രോൺ വോൾട്ടില. അതിന് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ജൂളിലുള്ള എനർജീനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1.6 into 10⁻⁻19 കൊണ്ട് ഹരിക്കണം. അങ്ങനെ ഹരിച്ചു കഴിഞ്ഞാൽ എനർജി ഏകദേശം 150 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. എനർജി ഏകദേശം 150 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. E is equal to n square h square by 8ml². E is equal to n square 2 square into
6.626 into 10 raised to minus 34 square divided by 8 into 9.1 into 10 raised to minus 31 into 1 into 10 raised to minus 10 the whole square. ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം 150 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും അവിടുത്തെ എനർജി. അതായത് ഒരു 1 ആങ്സ്ട്രം ലെങ്ത് ഉള്ള അല്ലെങ്കിൽ 1 ആങ്സ്ട്രം ലെങ്ത് ഉള്ള ഒരു ഇലക്ട്രോൺ ഒരു ബോക്സിൽ നമ്മുടെ ഇലക്ട്രോൺ അകപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ എനർജി ഇലക്ട്രോൺ വോൾട്ടിൽ എത്രയായിരിക്കും? 150 ഇലക്ട്രോൺ വോൾട്ട് എന്നായിരിക്കും അദ്ദേഹത്തിന്റെ എനർജി. മിസ്സേ ഒരു മിനിറ്റ്, അതില് എനർജി ലെവലിന്റെ ഇക്വേഷൻ n² π² h² 2ml² അല്ലേ? അത് h ആവുമ്പോ h ആണെങ്കിൽ ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് n² h² 8m ഇത് സാധാ ഇക്വേഷൻ. h ഈസ് ഈക്വൽ ടു h/2π എന്ന് കൊടുക്കുമല്ലോ നമ്മള്. ആ ടൈപ്പ് അതിലാണ് ആ h ടേംസിലാണ് അങ്ങനെ വരെ ഇക്വേഷൻ. എച്ചിന്റെ ടേംസിലുള്ള ഇക്വേഷൻ ആണ് നമുക്ക് എടുക്കുന്നത് കുറച്ചും കൂടി നല്ലത്. ആ h ഈസ് ഈക്വൽ ടു ഇപ്പൊ നമ്മുടെ ആള് ചോദിച്ച പോലെ h h തമ്മിലുള്ള ഒരു ബന്ധം h ഈസ് ഈക്വൽ ടു h/2π ആണ്. അത് കൊടുക്കുമ്പോഴാണ്, അത് കൊടുത്ത് കട്ട് ചെയ്ത് കളയുമ്പോഴാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ നമുക്ക്. പക്ഷെ നമ്മള് എപ്പോഴും പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ എപ്പോഴും തിരഞ്ഞെടുക്കുക. അത് ഈ ഇക്വേഷൻ n² h² ഡിവൈഡഡ് ബൈ 8ml². കട്ട് ചെയ്ത് കളയാനൊക്കെ എളുപ്പം ഇങ്ങനത്തെ ഇക്വേഷൻ, കാരണം കാൽക്കുലേറ്റർ ഇല്ലല്ലോ. ഇത് വളരെ ഇപ്പൊ നമ്മളിപ്പോ ചെയ്തു വരുമ്പോ ഇത് എന്തോ നമ്മൾ സംഭവം ചെയ്തു നിങ്ങൾക്ക് തോന്നരുത് ഒരിക്കലും. കാരണം ക്വാണ്ടം മെക്കാനിക്സ് സിലബസിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം ഉറപ്പാണ്. ഏത് ഒരു, അതായത് നമ്മുടെ PSC ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇതിപ്പോ നമ്മൾ വലിയൊരു ഇക്വേഷൻ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്തൊക്കെയോ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കരുത് നിങ്ങൾ. ഇത് ഏറ്റവും പ്രിലിമിനറി ആണ്. ടക്കേന്ന് 1 മിനിറ്റ് കൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതണം. ജൂളിന് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1.6 × 10⁻⁻19 കൊണ്ട് ഹരിച്ച് ഇലക്ട്രോൺ വോൾട്ടിൽ അവിടെ ചെയ്യണം. ഒരു മാക്സിമം ഒരു 1.5-2 മിനിറ്റ് എടുക്കാവുള്ളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു 1 ഡയമെൻഷണൽ ബോക്സിന്റെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ എനർജി ഇലക്ട്രോൺ വോൾട്ടിൽ ഏകദേശം എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചത്. നമ്മൾ അതിനൊരു ഉത്തരം കണ്ടെത്തി. 150 ഇലക്ട്രോൺ വോൾട്ടിന്റെ അടുത്തായിരിക്കും എന്നാണ് നമ്മളോട് പറയണത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോകുന്നു. 150 ഇലക്ട്രോൺ വോൾട്ട്. അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോകുന്നു. ഇഫ് ദ ലെങ്ത് ഓഫ് എ 1 ഡയമെൻഷണൽ ബോക്സ് ഈസ് ഡബിൾഡ്, ലെങ്ത് ഡബിൾ ചെയ്ത എനർജി ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ബേസിക് ഇക്വേഷൻ എടുക്കാം. n² h² ബൈ 8ml². ഇതിലിപ്പോ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി n ഈസ് ഈക്വൽ ടു എന്നാണ്. കറക്റ്റ് ആയിട്ട് അങ്ങനെ എഴുതിയാൽ മതി. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി പറയുമ്പോൾ എന്നിന്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലെ? നമ്മൾ അതാണ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ എന്നിന്റെ വാല്യൂ എത്ര എടുത്തത്? 2 എടുത്തത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ 1 എടുക്കുമ്പോൾ എന്നിന്റെ വാല്യൂ ഇവിടെ 1 കൊടുത്താൽ ഇവിടെ എന്തായിരിക്കും? h² ഡിവൈഡഡ് ബൈ 8ml² എന്നാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി നമുക്ക് എഴുതാൻ പറ്റുക. അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളോട് പറയണത് ഈ 1 ഡയമെൻഷണൽ ബോക്സിന്റെ ലെങ്ത് ഡബിൾ ചെയ്താൽ, അതായത് ലെങ്ത് ഡബിൾ ചെയ്താൽ പറഞ്ഞാൽ E1' എന്ന് ഞാൻ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെ ലെങ്ത് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? h² ഡിവൈഡഡ് ബൈ 8m × 2l². ലെങ്ത് ഡബിൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ പുതിയ എനർജി എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാലേ h² ഡിവൈഡഡ് ബൈ 34 അല്ലെ, 8 × 4 എന്നാൽ 32 അല്ലേ, 32 ml² എന്ന് കിട്ടും. ആ 32നെ ഞാൻ ഇങ്ങനെ എഴുതുന്നു. എങ്ങനെ? h² ഡിവൈഡഡ് ബൈ 8ml² ഇൻറ്റു 1/4 എന്ന് എഴുതുന്നു. തെറ്റില്ലല്ലോ. h² ബൈ 8ml² ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ E1 ആണ്. ഇതാ ഇവിടെ കിടക്കുന്ന E1 ആണ് ഗ്രൗണ്ട് എനർജി. E1 ഡിവൈഡഡ് ബൈ 4 ആണ് അല്ലെ? E1 ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പോ ഒരു 1 ഡയമെൻഷണൽ ബോക്സിന്റെ ലെങ്ത് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 1 ഡയമെൻഷണൽ ബോക്സിന്റെ ലെങ്ത് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ
അതിന്റെ എനർജി, ദ എനർജി ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്, ആ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് സ്പെസിഫിക് ആയി പറഞ്ഞത് കൊണ്ടാണ് ആദ്യം അതായത് ലെങ്ത് കൂട്ടാതെ ഡബിൾ ചെയ്യാതെയുള്ള എനർജിയാണ് ഈ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 1. ഡബിൾ ചെയ്തതിന് ശേഷമുള്ള എനർജിയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് തന്നെ. അതുകൊണ്ട് ഇവിടെയും എന്നിന്റെ വാല്യൂ 1 ആണ്. h²/8m × 2l². പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? E1 ഡാഷും E1ഉം തമ്മിലുള്ള ഒരു ബന്ധം കണ്ടുപിടിച്ചാൽ നമ്മുടെ പണി കഴിക്കും. അപ്പൊ E1/4 അത് ഡബിൾ ആണോ, ക്വാഡ്രപ്പിൾസ് ആണോ, 1/4 ആവുകയാണോ ചെയ്തത്, അതോ ഹാഫ് ആവുകയാണോ ചെയ്തത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്താവും ഇത്? 1/4 ആണ് ആയത് അല്ലെ? E' ഈസ് ഈക്വൽ ടു E/4. So option 3 is the right answer. E' is equal to E/4. ഇങ്ങനത്തെ പ്രോബ്ലം ഇതും ഇപ്പൊ നമ്മൾ പറയണ പോലെ നിങ്ങൾ എന്തോ ചെയ്തു നിങ്ങൾ വിചാരിക്കരുത്. ഇതും വളരെ സിമ്പിൾ ആണ്. ന്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ പച്ചവെള്ളം പോലെ പരീക്ഷ ആവുമ്പോഴേക്കും പഠിച്ചിട്ടുണ്ടായിരിക്കണം. n²h²/8ml². അതിൽ നിന്ന് എങ്ങനെയാണ് E1 കാണുക, എങ്ങനെയാണ് E1 ഡാഷ് കാണുക എന്ന് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടണം. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 1.5 മിനിറ്റ് കൊണ്ട് നമ്മൾ അതിന്റെ ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് രണ്ടും നല്ല 2 ചോദ്യങ്ങളാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ഫോർ എ ക്വാണ്ടം പാർട്ടിക്കിൾ മസ്റ്റ് ബി. ഒരു ക്വാണ്ടം പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. വേവ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണം? വേവ് ഫംഗ്ഷൻ നമുക്കറിയാം. വേവ് ഫംഗ്ഷൻ എങ്ങനെയാണ്? ψx, t എന്നാണ് വേവ് ഫംഗ്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക അല്ലെ? ഈ ψx, t എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ റിയൽ ക്വാണ്ടിറ്റി. അത് റിയൽ ക്വാണ്ടിറ്റി അല്ല. അതെന്താണ് ഈ ψ(x, t)? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. അതായത് ഒരു സിസ്റ്റത്തിനെ അറിയണമെങ്കിൽ അല്ലെ, ഇപ്പൊ എന്റെ പേര് അറിയണമെങ്കിൽ ഞാൻ എന്റെ ഇനീഷ്യൽ കൂടെ എഴുതണം. അപ്പോഴാണ് ഇത് ഇന്ന ആളാണ് എന്ന് മനസ്സിലാവുക. അതേപോലെ തന്നെ ഓരോ സിസ്റ്റം അറിയണമെങ്കിലാണ് ഈ പറയുന്ന നമ്മുടെ ψ(x, t) നോക്കുക. അയാളെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിഗ്നേച്ചർ പ്രോപ്പർട്ടി ഓഫ് സിസ്റ്റം എന്ന് പറയാം. അങ്ങനെയുള്ള വേവ് ഫംഗ്ഷൻ റിയൽ ക്വാണ്ടിറ്റി അല്ല, അദ്ദേഹം ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ് അല്ലെ? ഇനി വേവ് ഫംഗ്ഷൻ ഒരു പെർട്ടിക്കുലർ ടൈമില് നമുക്ക് എന്ത് തരും? ആ സിസ്റ്റം എവിടെയാണ് നിൽക്കുന്നത് എന്ന കാര്യം നമുക്ക് തരും. അതുപോലെ തന്നെ ഈ വേവ് ഫംഗ്ഷനേക്കാൾ എനിക്ക് താല്പര്യം അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മോഡ് ψ² ആണ്. കാരണം എന്താണ്? അതിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നാണ് വിളിക്കുന്നത് ആളെ വിളിക്കുന്ന പേരെന്താണ്? പ്രോബബിലിറ്റി ഡെൻസിറ്റി, എ പ്രോബബിലിറ്റി പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ്. അദ്ദേഹത്തിനെയാണ് കൂടുതൽ നമുക്ക് താല്പര്യം. കാരണം അദ്ദേഹം എന്താണ്? മെഷറബിൾ ആണ്. അദ്ദേഹം മെഷറബിൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ് മോഡ് ψx, t² എന്ന് പറയുന്നത്. ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ഓഫ് എ ക്വാണ്ടം പാർട്ടിക്കിൾ. ഒരു ക്വാണ്ടം പാർട്ടിക്കിളിന്റെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? ഓഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓഡ് വാല്യൂ ആയിരിക്കും ഒരു വേവ് ഫംഗ്ഷന് എപ്പോഴും ഉണ്ടായിരിക്കുക. ഓഡ് വാല്യൂ ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അതൊക്കെ സെറ്റിയുടെ ബുക്കിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഇത് ചെറിയൊരു ചോദ്യമാണ്. അത് വേവ് ഫംഗ്ഷൻ ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ക്വാണ്ടം പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷന്റെ രൂപം എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് ഒരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കമ്പ്യൂട്ടേറ്റർ, അതായത് ക്വാണ്ടം മെക്കാനിക്സിലുള്ള ബ്രാക്കറ്റുകളെ നമ്മൾ എന്താ വിളിക്കുക? കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റുകൾ എന്നാണ് വിളിക്കുക. അതില് ഒരു എക്സ് എന്ന് പറയുന്ന പൊസിഷനും മൊമെന്റത്തിന്റെ എക്സ് കമ്പോണന്റ് ആയിട്ടുള്ള പി എക്സും തമ്മിലുള്ള റിലേഷൻ x(px) ഈസ് ഈക്വൽ ടു i(h)× എന്നാണ്. ഇതിന് സത്യം ഒരു പ്രൂഫ് ഉണ്ട്. നമുക്ക് അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയാത്ത ബാക്കി കാര്യങ്ങളാണ് ഇപ്പൊ ഇവിടെ പറയണത്. ഒരു പൊസിഷൻ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ആള്. ഈ മോള് തൊപ്പിയിട്ട് കഴിഞ്ഞാൽ എന്താ ആള്? ഓപ്പറേറ്റർ ആണ്. വെറുതെ ഉള്ള ഒരു എക്സ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സിലെ പൊസിഷൻ ആണ്. അയാളെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ടേംസിലാക്കണമെങ്കിൽ അയാൾക്ക് ഒരു തൊപ്പിയിട്ട് കൊടുക്കണം. ഇത് റെപ്രസെന്റ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഇസ് ഓപ്പറേറ്റർ എക്സ്. പി എന്ന് പറയുന്ന മൊമെന്റം, ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ മൊമെന്റ് ആണ്. ക്വാണ്ടം മെക്കാനിക്സിലെ മൊമെന്റ് ആക്കണമെങ്കിൽ അയാൾക്ക് തൊപ്പിയിട്ട് കൊടുക്കണം. സോ ഇറ്റ് ബിക്കംസ് ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റർ, മൊമെന്റം ഓപ്പറേറ്റർ എന്ന ഒരു പുതിയ പദവിയിലേക്ക് അയാൾ മാറുകയാണ്. ഓക്കെ, അപ്പൊ x(px) = i(h)×. തിരിച്ചാണെങ്കിലോ
കമ്മ്യൂട്ടേറ്റർ PX, X എന്നാണെങ്കിലോ ഇറ്റ് ഈസ് ഈക്വൽ ടു തിരിച്ചാ മതി, ഇയാളെ തിരിച്ചാ മതി, -IH ക്രോസ്. കണ്ടുപിടിച്ച പുതിയ പുതിയ കാര്യങ്ങളാണ്, നല്ലപോലെ നോക്കുക. ഇനി x⁻n, PX, ഈ പവർ x⁻n കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റർ, കമ്മ്യൂട്ടേറ്റർ ഓപ്പറേറ്റർ സോൾവ് ചെയ്യുക എങ്ങനെയാണ്? nx⁻n-1 x, PX, nx⁻n-1 x, PX എന്നാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ PX-ന്റെ മുകളിലാണ് പവർ എങ്കിൽ PX⁻n, x എന്നാണെങ്കിൽ അയാളെ എങ്ങനെ സോൾവ് ചെയ്യുക? n PX⁻n-1 PX, x എന്നാണ് അയാളെ സോൾവ് ചെയ്യുക. നമുക്ക് തന്നിട്ടുള്ളത് x, PX സ്ക്വയർ എന്നതാണ്. നമുക്ക് തന്നിരിക്കുന്ന കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് x, PX സ്ക്വയർ എന്നാണ്. അപ്പൊ നമ്മുടെ സ്ക്വയർ പവർ റേസ് ടു n ആരുടെ കൂടെയാണ്? P-ന്റെ കൂടെയാണ് അല്ലെ? അപ്പൊ നമ്മൾ അയാളെ എന്ത് ചെയ്യും? ഈസ് ഈക്വൽ ടു 2 into P⁻n-1, 2 - 1 into x, PX എന്ന് എഴുതും. ഇങ്ങനെയാണ് സോൾവ് ചെയ്യുക. ഈ പവറിൽ വന്ന ആളെനെ nx⁻, അതിന്റെ നമ്മൾ ഒരു വാല്യൂ എടുക്കും, ഡെറിവേറ്റീവ് എടുക്കും. ഒരു വാല്യൂ എടുക്കുന്നല്ല, ഈ പവർ കൂടെയുള്ള ആൾ ഡെറിവേറ്റീവ് എടുക്കും. അപ്പൊ x⁻n ഡെറിവേറ്റീവ് എന്താ? nx⁻n-1 ആണ് ഡെറിവേറ്റീവ്. അങ്ങനെ PX² ഡെറിവേറ്റീവ് എന്താ? PX² ഡെറിവേറ്റീവ് 2 into PX⁻1. അപ്പൊ ഇവിടെ 2PX എന്ന് നമ്മൾ എഴുതുന്നു. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ആൾ x, PX. അപ്പോ അതിന്റെ വാല്യൂ എത്രയാവും? 2PX into IH ക്രോസ്. x, PX-ന്റെ വാല്യൂ നമ്മളിവിടെ മുന്നേ കണ്ടു. x, PX ഒക്കെ വളരെ ബേസിക് ആയ കാര്യങ്ങളാണ് കേട്ടോ. x, PX എന്ന് പറയുന്നത് IH ക്രോസ് ആണ്. PX-X എന്ന് പറയുന്നത് തിരിച്ചു വരുമ്പോ, ആ കമ്പ്യൂട്ടർ തിരിച്ചു വരുമ്പോ നമ്മുടെ ഈ വാല്യൂ തിരിച്ചാൽ മതി, -IH ക്രോസ് ആണ്. x⁻n PX എന്ന് പറയുന്നത് nx⁻n-1 x, PX ആണ്. ഓക്കെ, സോ x, PX സ്ക്വയറിന്റെ വാല്യൂ 2PX into x, PX ആണ്. 2PX into IH ക്രോസ് എന്നാണ് ഇവിടുത്തെ വാല്യൂ. റെഡിയാണേ? അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് ഞാൻ കടക്കുന്നു. എ പാർട്ടിക്കിൾ, അടുത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളോട് ചോദിക്കുന്നത്. ഒരു പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് ഈക്വൽ ടു 2 gram. ഇതൊരു വേവ് പാർട്ടിക്കിൾ ഡുവലിറ്റി ഒക്കെ ആയിട്ടുള്ള ഒരു കണക്കാണ്. മാസ് എത്രയാണ്? 2 milligram. 2 gram അല്ല, 2 milligram. നമ്മളോട് പറയണത് has the same wavelength as a neutron moving with a velocity of 3 into 10⁵ meters per second. The velocity of the particle is. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മറ്റ് പ്രോബ്ലംസ്, ഇത് കുറച്ച് ലെങ്തി ആയി പോവും, നമ്മുടെ കുറെ സമയം പോവും. ഇതിന്റെ ആൻസർ ഞാൻ തരാം. മറ്റു കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ്. Among the following particle, which one will have the largest wavelength if all have same kinetic energy? ആർക്കാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉണ്ടായിരിക്കുക എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്, ലാംഡ ഈസ് ഈക്വൽ ടു h/π. ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻ, അല്ലെങ്കിൽ മാറ്റർ വേവ്സിന്റെ എക്സിസ്റ്റൻസ് കണ്ടുപിടിച്ചത് നമ്മുടെ ഡി ബ്രോഗ്ലി ആണ്. നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലോട്ടുള്ള ഒരു ഫസ്റ്റ് കാൽവെപ്പ് എന്ന രീതിയിലാണ് ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. ഒരു മൂവിംഗ് പാർട്ടിക്കിളിന് എപ്പോഴും അസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവും പറയണത്? ഒരു വേവ് ഉണ്ടായിരിക്കും. ഇതില് പിക്ക് പകരം നമ്മൾ എന്താ കൊടുക്കുക? √2me എന്നാണ് കൊടുക്കുക. അപ്പൊ ലാംഡ വേവ് ലെങ്ത് ആർക്കാണ് കൂടുതൽ എന്ന് പറയണത് ചോദിക്കുന്നത്. അപ്പൊ ലാംഡ പ്രപ്പോർഷണൽ ടു എന്താണ്? 1/√m പ്രപ്പോർഷണൽ ആണ് ലാംഡ. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഓരോരുത്തരുടെയും മാസ് നോക്കിയാൽ മതി. ഇലക്ട്രോണിന്റെ മാസ് 9.1 into 10⁻⁻31. പ്രോട്ടോണിന്റെ മാസ് 1.67 into 10⁻⁻27. അതുപോലെ തന്നെ ന്യൂട്രോണിന്റെ മാസ് 1.67 into 10⁻⁻27. യൂണിറ്റ് എഴുതണേ, കിലോഗ്രാം കിലോഗ്രാം കിലോഗ്രാം. പ്ലസ് ആക്കരുത്, പ്ലസ് ആക്കിയ 10⁻27 വലിയൊരാളായി മാറി. 10⁻⁻27 ആണ്. ആൽഫ പാർട്ടിക്കിളിന്റെ മാസ് 6.64 into 10⁻⁻27 കിലോഗ്രാം ആണ് ആൽഫ പാർട്ടിക്കിളിന്റെ മാസ്. അപ്പൊ ഇങ്ങനെ മാസുകള് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇതെന്താ വെച്ചാൽ വേവ് ലെങ്ത് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ എന്നാണ്. അപ്പൊ ആയതുകൊണ്ട് സ്മോളർ ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ,
ഹയർ ഈസ് ദ വേവ് ലെങ്ത് അല്ലെ. മാസ് കുറയും തോറും വേവ് ലെങ്ത് എങ്ങനെയാ ഉണ്ടാവുക? വേവ് ലെങ്ത് കൂടും. അപ്പൊ ഇതിൽ ഏറ്റവും കുറവ് മാസ് അതായത് ഇലക്ട്രോണിനാണ് ഏറ്റവും കുറവ് മാസ്. വാല്യൂന്റെ 9.1 നമ്മൾ നോക്കരുതേ, പവറിൽ 10⁻⁻31 ആ. അപ്പൊ അയാൾക്കാണ് ഏറ്റവും കുറവ് മാസ്. ആർക്ക്? ഇലക്ട്രോണിനാണ്. ഇലക്ട്രോൺ ഹാസ് ദ മിനിമം മാസ്. ഇലക്ട്രോണിനാണ് മിനിമം മാസ്. നമ്മൾ ഈ √m മാത്രം പ്രപ്പോർഷൻ ആയി എടുക്കാൻ കാരണം എന്താണ്? വേറൊരു ക്ലോസ് നമ്മുടെ ഈ ഇതിൽ പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ, സെയിം കൈനറ്റിക് എനർജി ആയതുകൊണ്ട് ഈ എന്ന് എനർജിയെ കുറിച്ച് പിന്നെ ആലോചിക്കേണ്ട. അതുകൊണ്ടാണ് കേട്ടോ ഈ ലാംഡ ഈസ് പ്രപ്പോർഷണൽ ടു 1/√m എന്ന് വരാൻ കാരണം. അതുകൊണ്ടാണ് എനർജി ഇക്ക് എന്താണ്? എനർജി ഇക്ക് ഈ ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ക്വാണ്ടിറ്റി ആയി മാറി. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഇലക്ട്രോണിനായിരിക്കും ഏറ്റവും മിനിമം എനർജി വരുന്നത്, മിനിമം മാസ് വരുന്നത് അയാൾക്കായിരിക്കും. നമ്മളോട് ചോദിക്കേണ്ടത് ഏതാണ്? നമ്മളോട് ചോദിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ, അതായത് ഏറ്റവും കൂടുതൽ നമ്മളോട് ചോദിക്കേണ്ടത് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ആർക്കാണെന്നാണ്. ഇലക്ട്രോൺ ഹാസ് ദ മിനിമം മാസ്, so its wavelength will be largest. If all the other particles are having the same kinetic energy, then electron will be having the maximum mass. That is option 2 is the right answer. Option 2 ആണ് correct ആയ ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. de Broglie equation states that, de Broglie equation പാർട്ടിക്കിൾസിന്റെ ഡുവൽ നേച്ചർ ആണോ, പാർട്ടിക്കിൾ നേച്ചർ ആണോ, വേവ് നേച്ചർ ആണോ, നൺ ഓഫ് ദ എബവ് ആണ്. നേരത്തെ പറഞ്ഞു അല്ലെ, de Broglie ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുക എന്താണ്? പാർട്ടിക്കിൾസിന്റെ ഈ പറയുന്ന ഡുവൽ നേച്ചർ ആണ് അല്ലെ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയ ആൻസർ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ വാസ് ഫസ്റ്റ് പ്രൂവ്ഡ് ബൈ ഹൂം? ഈ ഇലക്ട്രോണിന്റെ വേവ് നേച്ചർ ഫസ്റ്റ് പ്രൂവ് ചെയ്തത് ആരാണ്? മീൻസ് ഏത് ഇക്വേഷൻ അല്ലെങ്കിൽ ഏത് എക്സ്പെരിമെന്റ് വഴിയാണ് ഇലക്ട്രോണിന്റെ വേവ് നേച്ചർ, ഇലക്ട്രോണിന്റെ പാർട്ടിക്കിൾ നേച്ചർ മാത്രമല്ല അദ്ദേഹത്തിന് ഒരു വേവ് നേച്ചറും കൂടി ഉണ്ടെന്ന് കണ്ടെത്തിയത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ എക്സ്പ്ലനേഷൻ കാരണമാണോ, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ എക്സ്പ്ലനേഷൻ കാരണമാണോ, ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റിന്റെ എക്സ്പ്ലനേഷൻ കാരണമാണോ, കോംപ്റ്റൺ ഇഫക്റ്റിന്റെ എക്സ്പ്ലനേഷൻ കാരണമാണോ എന്നാണ് ചോദിക്കുന്നത്. ഇലക്ട്രോണിന്റെ ഇത് ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രോണിന്റെ വേവ് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്തത് ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് ആണ്. ആ ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ടാർജറ്റ് എന്തായിരുന്നു? നിക്കൽ ആയിരുന്നു അവിടെ യൂസ് ചെയ്തിരുന്ന ടാർജറ്റ്. പിന്നെ അവിടെ ഒരു ടങ്സ്റ്റൺ ഫിലമെന്റും ഉണ്ടായിരുന്നു, ഒരു ടങ്സ്റ്റൺ ഫിലമെന്റും അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, ടങ്സ്റ്റൺ ഫിലമെന്റ്. പിന്നെ നമുക്ക് അവിടെ അങ്ങനെ കുറച്ച് ബാക്കിയുള്ള പാർട്സ്, ഇലക്ട്രോൺ ഗൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പക്ഷെ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ പ്രൂവ് ചെയ്തത് ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലൂടെയാണ്. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ നിക്കലാണ്, ടങ്സ്റ്റൺ ഒക്കെ ഉണ്ട്. കറക്റ്റ് ആയ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയ ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോണു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇഫക്റ്റ് പ്രൂവ്സ് ദ വേവ് നേച്ചർ ഓഫ് ലൈറ്റ്? ലൈറ്റിന്റെ വേവ് നേച്ചർ എക്സ്പ്രസ് ചെയ്യണത് താഴെ പറഞ്ഞ ഏത് ഇഫക്റ്റ് ആണ്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണോ, കോംപ്റ്റൺ ഇഫക്റ്റ് ആണോ, പെയർ പ്രൊഡക്ഷൻ ആണോ, പോളറൈസേഷൻ ആണോ? ഒരു ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ട് എന്ന് കാണിച്ചത് ഏതാണ്? ഓപ്ഷൻ 4 പോളറൈസേഷൻ ആണ്. അതായത് ലൈറ്റ് എന്ന് പറയുന്നത് അത് കോമ്പിനേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആസ് വെൽ ആസ് മാഗ്നറ്റിക് ഫീൽഡ്. അവർ പരസ്പരം എങ്ങനെയായിരിക്കും? ദേ വിൽ ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ആൻഡ് ലൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോ ലൈറ്റിന്റെ വേവ് നേച്ചർ പ്രൂവ് ചെയ്തു വന്ന എക്സ്പെരിമെന്റ് ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനൻ ഏതാണ്? പോളറൈസേഷൻ ആണ്. പോളറൈസേഷൻ ഓഫ് ലൈറ്റ് ഇസ് എ ഫിനോമിനൻ ദാറ്റ് സപ്പോർട്ട്സ് ദ ഏത് നേച്ചർ ആണ്? വേവ് നേച്ചർ ഓഫ് ലൈറ്റ് ആണ്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ശരിയാണേ. അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു. വാട്ട് ഈസ് ദ de Broglie wavelength of electron accelerated through a potential difference of 100 വോൾട്ട് എന്നാണ് ചോദ്യം. അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു √150 ഡിവൈഡഡ് ബൈ v ആങ്സ്ട്രം എന്നൊരു നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ലാംഡയും
പൊട്ടൻഷ്യലും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. ആ പൊട്ടൻഷ്യൽ വി എന്ന് പറയുന്ന റൂട്ടിന്റെ ഉള്ളിലാണ്. ഇനി പരീക്ഷ ഹാളിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ തോന്നാം, 150 വി പുറത്ത് നിൽക്കണ പോലെ തോന്നും, അല്ലെങ്കിൽ പുറത്ത് സംശയം വരും, വി പുറത്താണോ ബാക്ക് ഇതിന്റെ ഉള്ളിലാണോ. അപ്പൊ അത് തെറ്റാതിരിക്കാൻ ഇങ്ങനെ എഴുതിക്കോളൂ, √150/√v. ആ കിട്ടുന്ന വാല്യൂ ആങ്സ്ട്രം യൂണിറ്റിലായിരിക്കും. സോ ലാംഡ ഈസ് ഈക്വൽ ടു √150 ഡിവൈഡഡ് ബൈ 100. ഇത് ചെയ്തു കഴിഞ്ഞാൽ 15/10 അതിന്റെ വാല്യൂ ഏകദേശം 1.227 എന്ന് കിട്ടും. അത്രയും ആങ്സ്ട്രം, 1.227 ആങ്സ്ട്രം. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ നമ്മുടെ കറക്റ്റ് ആയ ഉത്തരം എന്ന് പറയുന്നത്. ശരിയാണേ. നമ്മൾ ഇടയിൽ ഒരു പ്രോബ്ലം വിട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ലെങ്തി ആണ് എന്ന് പറഞ്ഞ് നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്കൊരു സമയം കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ വിട്ടിട്ടുണ്ടായിരുന്നു. ആ പ്രോബ്ലത്തിലോട്ട് നമുക്ക് പോകാം. ഒരു പാർട്ടിക്കിൾ ഓഫ് മാസ്, അവിടുത്തെ മാസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളോട് പറയുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു h/m/v. പി എന്നാണ്, m/v. അപ്പോൾ മാസ് ഓഫ് ന്യൂട്രോണും വെലോസിറ്റി ഓഫ് ന്യൂട്രോണും. എച്ചിന്റെ വാല്യൂ എത്രയാ? 6.626 into 10⁻⁻34 divided by mass of neutron. Mass of neutron എനിക്കറിയാം 1.67 into 10⁻⁻27 ആണ്. വെലോസിറ്റി ഓഫ് ന്യൂട്രോൺ കൂടെ തന്നിട്ടുണ്ട്. എത്രയത്? 3 into 10⁵ ആണ് വെലോസിറ്റി ഓഫ് ന്യൂട്രോൺ. ഇത് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ലാംഡയുടെ വാല്യൂ ഒരു 1.322 into 10⁻⁻12 മീറ്റർ കിട്ടും. അതിലവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാർട്ടിക്കിളിന്റെ കാര്യം പറയുന്നുണ്ട്. അയാളുടെ ലാംഡ is equal to h/m particle into v particle. So it is again is equal to 6.626 into 10⁻⁻34 divided by mass of the particle. Mass of the particle വന്നിട്ടുണ്ടോ? A particle of mass 2 അല്ലെ? അദ്ദേഹത്തിന്റെ വെലോസിറ്റി ആൻഡ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ്, വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അദ്ദേഹത്തിന്റെ മാസ് വന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ തന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എ പാർട്ടിക്കിൾ ഓഫ് മാസ് 2 milligram ഹാസ് ദ സെയിം വേവ് ലെങ്ത് ആസ് ന്യൂട്രോൺ. ന്യൂട്രോണിന്റെ അതേ വേവ് ലെങ്ത് ആയിരിക്കും എന്ന് പറഞ്ഞത് വിത്ത് വെലോസിറ്റി 3. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും ഇക്വേഷൻ? h divided by lambda into the mass of the particle എന്ന് കിട്ടും. അതിലെ h is equal to 6.626 into 10⁻⁻34. വേവ് ലെങ്ത് ലാംഡ ഒരേപോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വാല്യൂ ഇവിടെ കൊടുത്താൽ പോരെ? 1.322 into 10⁻⁻12 into മാസ് ഓഫ് ദ ഈ പാർട്ടിക്കിൾ അവിടെ പറഞ്ഞിട്ടുണ്ട് 2 into 10⁻⁻6 ആണ് അവിടുത്തെ വാല്യൂ വരിക. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു മാത്തമാറ്റിക്കൽ ഇതിനെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഏകദേശം 2.5 into 10⁻⁻16 meter per second എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 1 ആണ്. അപ്പോ നമ്മൾ ഏകദേശം ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ഏകദേശം ഒരു ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടന്റിലേക്ക് വന്നിട്ടുണ്ട്. അത് കൂടാതെയുള്ള കുറെ കാര്യങ്ങൾ ഓപ്പറേറ്ററുകളെ കുറിച്ചും എന്നാലും മറ്റേ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ്സിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ബിഗിനിങ്, വേവ് പാർട്ടിക്കിൾ ഡുവലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ലപോലെ ഈ ഒരു കണ്ടന്റ് ഒന്നും കൂടി നമ്മൾ കേൾക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുക. നല്ല ബുക്സുകൾ വായിക്കുക, സ്റ്റാൻഡേർഡ് ബുക്സുകൾ വായിക്കുക. അത് മാത്രമാണ് ഒരു വഴി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസും ഇഷ്ടംപോലെ നിങ്ങൾ ഗൂഗിൾ ചെയ്തോ കണ്ടന്റുകൾ നോക്കിയിട്ടോ, ഇത് കൂടാതെ ഇതിങ്ങനെയായിരിക്കും ചോദ്യങ്ങളും എങ്ങനെയായിരിക്കണം ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടത് എന്നുമാണ് നമ്മളിപ്പോ കണ്ടത്. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ സെഷൻസിൽ നമുക്ക് വീണ്ടും കാണാം. നല്ലപോലെ പഠിക്കുക, നല്ലൊരു ജോലിയാണ്. താങ്ക് യു.